ഖബറും കെട്ടി ഉയർത്തപ്പെടാൻ പാടില്ല. അത് മഹാന്മാരുടേതാകട്ടെ സ്വാലിഹീങ്ങളുടേതാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അതിനെ നേരെയാക്കാനാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ നോക്കൂ, നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാകും, വീഡിയോയിൽ കാണുന്നുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിനെ കെട്ടി ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ആ ഹറാമ് ചെയ്തിട്ടുള്ള കെട്ടി ഉയർത്തപ്പെട്ട ഖബറിന്റെ അടുക്കലാണ് നിൽക്കുന്നത്. ഖബർ കെട്ടിപ്പൊക്കൽ ഹറാമാണ്. അതും എവിടുന്ന? സ്വന്തം പോക്കറ്റിൽ നിന്ന്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, നിങ്ങളെ ഞാൻ മാന്യമായി വെല്ലുവിളിക്കുകയാണ്. മഹത്തുക്കളായ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരുടെ ഖബറിന്റെ സമീപത്ത് പോകുന്നത് ശിർക്കാണെന്നും കുഫ്റാണെന്നും അത് ബിദ്അത്താണെന്നും തെളിയിച്ചു തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാകുമോ? അടച്ചിട്ട റൂമിൽ ഇരുന്നിട്ട് ക്ലിപ്പിറക്കുവാൻ ആർക്കും സാധ്യമാണ്. ഈ വിഷയത്തിൽ, നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ, മഹത്തുക്കളായ അമ്പിയാക്കൾ ഔലിയാക്കന്മാരുടെ മഖബറയിൽ ചെന്നിട്ട് അവിടെ പോയിട്ട് ഇസ്തിഗാസ നടത്തുന്നതിനും അവിടെ പോയിട്ട് തവസ്സുൽ നടത്തുന്നതിനും ഖുർആൻ എതിരാണെന്നും ഹദീസ് എതിരാണെന്നും ഇമാമിങ്ങൾ എതിരാണെന്നും നിങ്ങൾക്ക് തെളിയിക്കുവാൻ ധൈര്യമുണ്ടോ, ആർജവമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരുണത്തിൽ എന്തിനാണ് നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഭിന്നിപ്പുണ്ടാക്കുന്നത്? നിങ്ങളും നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനും മുസ്ലിമീങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ മഹത്തുക്കളായ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ഖബർ കെട്ടിപ്പൊന്തിച്ചതും സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. ഇമാം നവവിക്ക് ആ തെറ്റ് മനസ്സിലായിട്ടില്ലേ? ഖബർ കെട്ടിപ്പൊന്തിക്കൽ ഹറാമാണെങ്കിൽ ഇമാം നവവിയുടെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എടുത്തു നോക്ക്. അതുപോലെ പ്രഗൽഭരായ ഇമ്മത്ത് മുഴുവനും ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കം അൽ ഉമ്മ എന്ന ഗ്രന്ഥത്തിൽ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമിയാണെങ്കിൽ അവിടെ ഖബർ കെട്ടി പൊന്തിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്ന് ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു ഉമ്മിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രഗൽഭരായ ഇമ്മത്ത് മുഴുവനും ഖബർ കെട്ടി പൊന്തിക്കൽ മഹത്തുക്കളായ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ അവരുടെ ഖബർ കെട്ടി പൊന്തിക്കുന്ന പുണ്യകർമ്മമാണെന്ന് പഠിപ്പിച്ചതിന് നിങ്ങൾ എവിടുന്നാണ് ഹറാമെന്ന് പറയുന്നത്? ഏത് ഇമാമാണ് ഹറാമെന്ന് പറഞ്ഞത്? നിങ്ങളുടെ പുത്തനാശയക്കാരായ പണ്ഡിതന്മാരല്ലാതെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ഒരു പണ്ഡിതനും ആ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അതിലൂടെ നിങ്ങൾ അനിസ്ലാമികം പ്രഖ്യാപിക്കുകയാണ്, അനിസ്ലാമികം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർജവമുണ്ടെങ്കിൽ വെല്ലുവിളി സ്വീകരിക്കണമെന്നാണ് നിങ്ങളോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ എന്താ പറയുന്നത്? മഹത്തുക്കളായ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ഖബറിന്റെ സമീപത്ത് ചെല്ലുന്നത് പച്ചയായ ശിർക്ക് അല്ലേ? പച്ചയായ ശിർക്കാണെങ്കിൽ ആദ്യം നിങ്ങൾ ആരെ മുശ്രിക്കാക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. ശിഹാബ് ചോറ്റൂരിനെയല്ല, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെയല്ല, നിങ്ങൾ ആരെയാണ് മുശ്രിക്കാക്കേണ്ടതെന്ന് ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങളെ വോയിസ് മാനവ സമൂഹം ഒന്ന് കേൾക്കട്ടെ. എന്നിട്ടും നിങ്ങൾ നോക്കൂ, ആ ഖബറിന്റെ നേരെ അടുത്ത് നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി ഭവ്യതയോടുകൂടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാകട്ടെ. ഇനി അതല്ല, ആ ഖബറിലുള്ള ആളോടാണെങ്കിൽ അത് പച്ചയായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. ഇനി അതല്ല, അവിടെ വെച്ച് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ മറമാടപ്പെട്ട ആളുകളുടെ മഹത്വം കൊണ്ട്, അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം നൽകപ്പെടും എന്നാണെങ്കിൽ അത് ചെറിയ ശിർക്കാണ് എന്നും അത് ശിർക്കിലേക്കുള്ള വസീലയാണ് എന്നുമാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. പച്ച ശിർക്കും ചെറിയ ശിർക്കും മുജാഹിദ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ഫത്വ. പച്ച ശിർക്ക്, ചെറിയ ശിർക്ക്. എങ്ങനെ? മഹത്തുക്കളായ അമ്പിയാക്കൾ ഔലിയാക്കന്മാരുടെ ഖബറിന്റെ സമീപത്ത് പോയിട്ട് ദുആ ഇരക്കും. ആ ദുആ ഇരക്കുന്ന സമയത്ത് അവിടുന്ന് ഇജാബത്ത് കിട്ടും, അവിടുന്ന് മറുപടി കിട്ടും എന്ന ചിന്തയോടെ ആരെങ്കിലും പോകുമ്പോൾ ചെറിയ ശിർക്ക്. അവരോട് ചോദിക്കുമ്പോൾ വലിയ ശിർക്ക്. എല്ലാം പോക്കറ്റിൽ നിന്നാണ്, ആധികാരികമായ ചർച്ചയൊന്നുമില്ല, കിതാബുമില്ല. എന്നാൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, എന്നാൽ ആദ്യമായി നിങ്ങൾ മുശ്രിക്കാണെന്ന് പ്രഖ്യാപിക്കേണ്ടത് നിങ്ങളുടെ ഇമാമായ ശൈഖുൽ ഇസ്ലാമായ ഇബ്നു തൈമിയ്യയുടെ അരുമ ശിഷ്യനായ ഹാഫിദ് ദഹബി. ആ ഹാഫിദ് ദഹബിയെ നിങ്ങൾ മുശ്രിക്കാക്കിയതിന്റെ ശേഷം മതി ശിഹാബ് ചോറ്റൂരിനെയും സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി ഒരു കിതാബ് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം ഹാഫിദ് ദഹബി മുശ്രിക്കാണെന്ന് പറ. ഹാഫിദ് ദഹബിയുടെ സിയറു അഅ്ലാമിൻ നുബലാഇന്റെ 8ാമത്തെ വോള്യം, സിയറു അഅ്ലാമിൻ നുബലാഇന്റെ 8ാമത്തെ വോള്യം 427ാമത്തെ പേജിൽ ഹാഫിദ് ദഹബി പറയുകയാണ്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബർ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഖീല കാനത്ത് മിന സ്വാലിഹാത്തിൽ അബാബിദി, നല്ല ഇബാദത്തുള്ള സദ്വൃത്തയായ പെണ്ണുങ്ങളിൽപ്പെട്ട പെണ്ണാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. വദ്ദുആഉ മുസ്തജാബുൻ ഇൻദ ഖബരിഹാ, വദ്ദുആഉ മുസ്തജാബുൻ ഇൻദ ഖബരിഹാ. നഫീസത്തുൽ മിസ്രിയയുടെ ഖബറിന്റെ സമീപത്ത് വെച്ചിട്ട് ദുആ ഇറക്കുമ്പോൾ ആ ദുആക്ക് ഇജാബത്തുണ്ട്, അതിന് മറുപടിയുണ്ട്, അത് മുസ്തജാബാണ് എന്ന് നിങ്ങളുടെ നേതാവ് ഹാഫിദ് ദഹബി സിയറു അഅ്ലാമിൻ നുബലാഇന്റെ 8ാമത്തെ വോള്യം 427ാമത്തെ പേജിൽ പഠിപ്പിക്കുകയാണ്. ഹാഫിദ് ദഹബി മുശ്രിക്കാണോ? പറയൂ. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി മഹത്തുക്കളായ അമ്പിയാക്കൾ മാത്രമല്ല, നഫീസത്തുൽ മിസ്രിയുടെ ഖബർ മാത്രമല്ല, ബൽ വഇൻദൽ ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീന, അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറിന്റെ സമീപത്ത് വെച്ചിട്ടുള്ള ദുആ അത് ഇജാബത്തുള്ള ദുആയാണ്, അല്ലാഹു മറുപടി നൽകുന്ന ദുആയാണെന്ന് നിങ്ങളുടെ നേതാവ് ഹാഫിദ് ദഹബി സിയറിൽ രേഖപ്പെടുത്തുന്നു. ഹാഫിദ് ദഹബി മുശ്രിക്കാണോ? ഹാഫിദ് ദഹബി കാഫിറാണോ? ഹാഫിദ് ദഹബി ജൂതനാണോ? ഹാഫിദ് ദഹബി മുബ്തദിയാണോ? പറ. ഇയാളുടെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് പോരെ ശിഹാബ് ചോറ്റൂരി? പോരെ. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, നിങ്ങൾ എവിടുന്ന കിതാബ് പഠിച്ചത്? നിങ്ങൾക്ക് ആരാ പഠിപ്പിച്ചു തന്നത്? ആദ്യം നിങ്ങൾ ആരെ? നമ്മുടെ ഹാഫിദ് ദഹബിയെ മുശ്രിക്കാക്കിയിട്ട് വാ. ഞാൻ ചോദിക്കട്ടെ, ഹാഫിദ് ദഹബി പറഞ്ഞതെന്താ? ബൽ വഇൻദ ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീന, അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറിന്റെ സമീപത്ത് വെച്ചിട്ടുള്ള ദുആക്ക് ഇജാബത്ത് ഉണ്ടെങ്കിൽ ആ സ്വാലിഹീങ്ങളുടെ പട്ടികയിൽ അജ്മീർ ശൈഖ് പെടൂലേ? സാധുവായ മൗലവി അജ്മീർ ശൈഖ് സ്വാലിഹല്ലേ? ആ സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വെച്ചിട്ടുള്ള ദുആക്ക് ഇജാബത്ത് ഉണ്ടെങ്കിൽ ഒരു സ്വാലിഹായ അജ്മീർ ശൈഖിന്റെ ഖബറിന്റെ സമീപത്ത് പോകുന്നത് നിങ്ങളുടെ നേതാവ് അംഗീകരിക്കുന്നു എന്നല്ല പറയേണ്ടത്? മാത്രമാണോ നിങ്ങളുടെ നേതാവായ ഇബ്നു തൈമിയ്യ, ആ ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം 370
173 പേജിൽ നിങ്ങളുടെ ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തുന്നു വകദാലിക ഐലൻ മാ യുറുവാ അന്ന റജുലൻ ജാഅ ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പഠിച്ചൂടെ? ഇവരൊക്കെ പറയല്ലേ ജൂദായിസം ഇസ്ലാമിലേക്ക് കടത്തല്ലേ? നിങ്ങളുടെ നേതാവിന്റെ അഥവാ ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിനെ 373 പേജിൽ പറയുന്നു വകദാലിക ഐലൻ മാ യുറുവാ അന്ന റജുലൻ ജാഅ ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് നബി തങ്ങളുടെ ഹദ്റത്തിലല്ലേ ജാഅ ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ഫശക്ക ഇലൈഹിൽ ജദ്ബ ആമർ റമദാൻ ഫറആഹു യഅ്മുറുഹു വയദി ഉമറ എന്ന് തുടങ്ങിയിട്ട് അവസാനം നിങ്ങളുടെ നേതാവ് പറയുന്നു വമിസ്ലു ഹാദാ യഖഉ കസീറൻ ലിമൻ ഹുവ ദൂന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലത്തെ സംഭവം നബി തങ്ങളെക്കാൾ ദറജ സ്ഥാനമുള്ള അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സംഭവിച്ചിട്ടുണ്ട്. വഅരിഫു മിൻ ഹാദിഹിൽ വഖായിഇ കസീറാ. അങ്ങനത്തെ ഇഷ്ടംപോലെ സംഭവങ്ങൾ എനിക്കറിയാം. ഇഷ്ടംപോലെ സംഭവങ്ങൾ ഏത്? മുത്തുനബിയുടെ ഖബറിന്റെ സമീപത്തും അതുപോലെ തന്നെ മുത്തുനബിയേക്കാൾ ദറജ താഴെയുള്ള അമ്പിയാക്കൾ ഔലിയാക്കന്മാരുടെ ഖബറിന്റെ സമീപത്ത് നടന്ന സംഭവങ്ങൾ എമ്പാടും എനിക്കറിയാമെന്ന് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യ ഇഖ്തിലാഇന്റെ 373 പേജ് രേഖപ്പെടുത്തിയെങ്കിലും സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ശിഹാബ് ചോറ്റൂരിനെ തൊടുന്നതിന്റെ മുമ്പ്, സുന്നികളെ തൊടുന്നതിന്റെ മുമ്പ്, മുസ്ലിമീങ്ങളെ തൊടുന്നതിന്റെ മുമ്പ് നിങ്ങൾ അത് ഇബ്നു തൈമിയ്യ കാഫിറാക്കി പ്രഖ്യാപിക്കൂ. നിങ്ങൾ ഇബ്നു തൈമിയ്യ മുശ്രിക്കാക്കി പ്രഖ്യാപിക്കും. ഹാഫിള് ദഹബിയെ നിങ്ങൾ മുശ്രിക്കാക്കി പ്രഖ്യാപിക്കും മാത്രമാണോ? വീണ്ടും തുടർന്നിട്ട് ഇബ്നു തൈമിയ്യ പറയുന്നു വകദാലിക മാ യുദ്കറു മിനൽ കറാമാതി വഖവാരിഖിൽ ആദാതി അല്ലതി തൂജദു ഇൻദ ഖുബൂരിൽ അംബിയാഇ വസ്വാലിഹീന. അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ സമീപത്തുണ്ടാകുന്ന പല പല അത്ഭുതങ്ങളും എന്നിങ്ങനെ എണ്ണി പറഞ്ഞിട്ട് അവസാനം പറയുന്നു ഫജിൻസു ഹാദാ ഹഖ്ഖുൻ. അത് മുഴുവൻ സത്യമാണ്. അജ്മീർ ശൈഖിന്റെ ഖബർ അത് സ്വാലിഹ. അവ സ്വാലിഹീങ്ങളായ അമ്പിയാക്കൾ ഔലിയാക്കന്മാരുടെ ഖബറിന്റെ സമീപത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ മുഴുവനും യാഥാർത്ഥ്യമാണ്. ലൈസ മിമ്മാ നഹ്നു ഫീഹി വമാ ഫീ ഖുബൂരിൽ അംബിയാഇ വസ്വാലിഹീന മിൻ കറാമത്തില്ലാഹി വറഹ്മത്തിഹി വമാ ലഹാ ഇൻദല്ലാഹി മിനൽ ഹുർമത്തി വൽ കറാമത്തി ഫൗഖ മാ യതവഹമുഹു അക്സറുൽ ഖൽഖി. അമ്പിയാക്കൾ ഔലിയാക്കന്മാരുടെ ഖബറിന്റെ സമീപത്തുണ്ടാകുന്ന അത്ഭുതങ്ങൾ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയെ പോലെ വിവരമില്ലാത്ത മനുഷ്യർ മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറത്താണെന്ന് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യ ഇഖ്തിലാഇന്റെ 373 പേജിൽ പഠിപ്പിച്ചെങ്കിൽ ആ ഇബ്നു തൈമിയ്യയുടെ കിതാബെങ്കിലും നോക്കി പഠിച്ചുകൂടെ? ദഹബിയുടെ കിതാബ് നോക്കി പഠിച്ചുകൂടെ? നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിൽ ഇല്ലാത്ത നിങ്ങൾ കൂട്ടിക്കടത്തുന്നത്? ഞാൻ നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഖബറിൽ നടക്കുന്ന അത്ഭുതങ്ങളും അമ്പിയാക്കൾ ഔലിയാക്കന്മാരുടെ മക്ബറയിൽ പോകാൻ പാടില്ല എന്ന വാദം നിങ്ങൾ എഴുതിക്കൊണ്ട് ഒരു സംവാദം നടത്തുവാൻ, ഒരു ചർച്ച നടത്തുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാനുള്ളത്.